ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു ഫാബ്സുലി. വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മാരുതി ജിപ്സിയിൽ സോഫ്റ്റ് ടോപ്പിൽ അത്യാവശ്യം എം ടി ടയേഴ്സൊക്കെ ഇട്ട വണ്ടി കിട്ടുമെന്നില്ല. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ലാസ്റ്റ് ആ ഒരു വണ്ടി വീഡിയോ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ആ ഒരു വണ്ടി നമ്മൾ ഇന്ന് സോൾഡ് ഔട്ടായി. അതിനുശേഷം നമ്മൾ വേറൊരു വണ്ടി നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടിയാണ് ഇന്ന് എൻ്റെ ബാക്കിൽ കിടക്കുന്നത്. ഒന്ന് ക്ഷമയോട് കൂടി കാത്തിരിക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. അപ്പോൾ ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു ഫാബ്സ് ഓൺ വീൽസ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2009 മോഡൽ കംപ്ലീറ്റ്ലി റീസ്റ്റോർഡ് ആയിട്ടുള്ള ഒരു ജിപ്സിയാണ്. അതും നമ്മൾ A to Z ഇളക്കി പെയിൻറ്റ് ചെയ്തൊരു വണ്ടി തന്നെയാണ്. ഏകദേശം എബോവ് ആവറേജ് ആയിട്ടുള്ള 4 ടയേഴ്സും 5 MT റിംസും നമ്മൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്നോർക്കലും ഫ്രണ്ടിൽ നമ്മളൊരു ഓഫ് റോഡ് ബമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് വണ്ടിയുടെ പെയിൻറ്റ് തന്നെയാണ്. 2K പെയിൻറ്റിംഗ് ആണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയർ ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സ്റ്റോക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പവർ സ്റ്റിയറിംഗും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വിഫ്റ്റിൽ വരുന്നൊരു സ്റ്റിയറിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, എന്നാൽ ഒരു സ്റ്റോക്ക് വണ്ടിയാണ്, അത്യാവശ്യം മോഡിഫൈഡ് ആണ് എന്നൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ്ലി റിയർ സൈഡിൽ നമ്മൾ അതിൻ്റെ സോഫ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ തന്നെ പുതിയത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ബ്ലാക്ക് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നതാണ്. വണ്ടിയുടെ കംപ്ലീറ്റ്ലി ബോഡി സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ അറിയാം, വണ്ടിക്ക് എവിടെയും ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ A to Z സ്ട്രിപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. 2009 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേപ്പേഴ്സൊക്കെ തന്നെ റീസെൻ്റ്ലി തന്നെ തീരാൻ ഉള്ളൊരു ചാൻസ് തന്നെയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വണ്ടി വേണ്ട ആൾക്കാർ ആരാന്ന് വെച്ചാൽ വണ്ടി നോക്കിയിട്ട് തന്നെയാണ്. കാരണം ഇൻറ്റീരിയറിൻ്റെ കാര്യം തന്നെ എപ്പോഴും എടുത്ത് പറയാറുള്ളത് തന്നെയാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. പക്ഷേ ഒരുപാട് ആഡംബരങ്ങളൊന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല. കാരണം ജിപ്സി അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. നമുക്ക് എന്തായാലും എൻജിൻ്റെ കാര്യങ്ങളോട്ട് പോകാം. കംപ്ലീറ്റ്ലി A to Z റീവർക്ക് ചെയ്തൊരു എൻജിൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അകത്തോട്ട് ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടി ഡാമ്പിങ്ങും ചെയ്തിട്ടുണ്ട്. ജിപ്സിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു കേസാണ് ഈ ഒരു ഡാമ്പിങ്. അതോടൊപ്പം തന്നെ പവർ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. AC വണ്ടിയിൽ വർക്ക് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് AC വണ്ടിയിൽ വരുന്നില്ല. AC ഉണ്ടായിരുന്ന വണ്ടിയാണ്, നമ്മളത് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എൻജിൻ വുഡും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വേണ്ട ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ വണ്ടിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു 5 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ നോർത്ത് നിന്ന് കൊണ്ടുവരിക, ഇവിടെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അനിയന്ത്രിതമായിട്ടുള്ള എൻക്വയറീസ് വരുമ്പോൾ ഞാൻ ചെയ്യാറ്, നമ്മുടെ പേജിൽ തന്നെ നമുക്ക് വണ്ടികൾ വരാറുണ്ട്, നമ്മളത് അവർക്ക് അടുത്ത ഓണേഴ്സിലോട്ട് എത്തിക്കാറുണ്ട്. അപ്പോൾ കൊടുക്കാനും ഒരുപാട് റീസൺസ് ഉണ്ട്, വണ്ടി വാങ്ങാനും ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റീസൺസ് ഒക്കെ അങ്ങനെ എൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ നമ്മൾ വീണ്ടും നമ്മുടെ പാതയിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ശല്യം ചെയ്തിട്ട് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ നന്നായിട്ട് നമ്മളെ കൂടാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും ആദ്യം നമ്മൾ വണ്ടികൾ എത്തിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയട്ടെ, നമുക്കിപ്പോൾ വണ്ടികൾ കിട്ടുന്നില്ല. മിലിറ്ററിയിൽ നിന്ന് വരുന്ന വണ്ടികൾ അവിടെ തന്നെ ചാസി കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ പുറത്തോട്ട് വിടുന്നത്. സ്ക്രാപ്പായിട്ടാണ് വണ്ടികൾ വരുന്നത്. നമുക്ക് എടുത്ത് പണിയാനും പറ്റില്ല, നമുക്ക് അവരുടെ പേപ്പേഴ്സും കിട്ടില്ല, ഇവിടെ തൊട്ട് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. ഡൽഹി വണ്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലും ഇന്ത്യയിൽ, കേരളത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തു നിന്നാണ് ഒരു ജിപ്സി നല്ലൊരു വണ്ടി നോക്കി നിങ്ങളുടെ കൈകളിലോട്ട് എത്തിക്കുന്നത്. മേ ബി ഇറ്റ് വിൽ ടേക്ക് ഒരു 3 months അല്ലെങ്കിൽ 6 months അത്രേ എടുത്തേക്കാം. പക്ഷേ എന്നാൽ തന്നെയും നമ്മൾ ഒരുപാട് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ്. OLX ഒക്കെ നോക്കിയാൽ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്, പക്ഷേ ഒന്നും അത്ര നല്ല വണ്ടികളില്ല. ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മുടെ കൈകളിലൂടെ പോയതും ഇതിൻ്റെ ഡേറ്റയൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. പലതും നമ്മൾ കണ്ട വണ്ടികൾ തന്നെയാണ്. അപ്പോൾ നല്ലൊരു വണ്ടി നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇനി അടുത്ത വണ്ടി സെയിലിന് വരുമോ ചേട്ടാ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അതിനൊരു ഉത്തരവില്ല. അപ്പോൾ അങ്ങനെ അത്ര പ്രീഷ്യസ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനകത്ത് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടിയ വണ്ടിയാണ്. അത് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തതാണ്. എസ്തെറ്റിക്കലി റീപെയിൻറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം ഒരു MT ടയേഴ്സ് ഉണ്ട്, ഓഫ് റോഡ് ഡ്രിംസ് ഉണ്ട്, സ്നോർക്കിൽ വരുന്നുണ്ട്, നമുക്ക് ഓഫ് റോഡ് ബമ്പേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ട് ബമ്പർ ഓഫ് റോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി റസ്റ്റ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി അത്യാവശ്യം അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റീസൺസ് കൊണ്ടാണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാത്തത്. ഒരു
അത്യാവശ്യം ഒരു എബോവ് ദ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രേ കളറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കംപ്ലീറ്റ് വണ്ടി. ഒരു 85-90% നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി മാത്രം നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു കാര്യമല്ല എന്നിൽ എന്താ പറയുക, എനിക്ക് ശരിക്കും ഞാൻ റീസണബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യത്തിന് മാത്രമല്ല, അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ വണ്ടി ഇവിടെ വന്നത്, ഇതെന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയേണ്ട കടമ എനിക്കുണ്ട്. ഇതൊക്കെ കാണണ്ട എന്നുള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവുക, വണ്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം കാണാം. എനിവേ ഞാൻ കൂടുതൽ നിങ്ങളെ ദീർഘിപ്പിച്ച് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൈസ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് തരാം. അതോടൊപ്പം തന്നെ മെയിൽ ഐ ഡി ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്താൽ അത് കൂടുതലായിട്ടുള്ള ഡേറ്റാസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വണ്ടി കിട്ടിക്കൊണ്ടിരുന്നത് ശരിക്കും 5 years പേപ്പർ മാത്രമാണ്. അപ്പോൾ നോർത്തിൽ നിന്ന് ആരെങ്കിലും റീസ്റ്റോർ ചെയ്ത വണ്ടികളൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവായിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് 5 years പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് അത്ര അഫോർഡബിൾ ആവില്ല. അതോടൊപ്പം തന്നെ നോർത്തിൽ റീസ്റ്റോർ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ കേരളത്തിൽ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയും നമ്മുടെ കേരളവും തമ്മിൽ. എല്ലാ കാര്യത്തിലുള്ള പോലെ തന്നെ മെക്കാനിക്കൽ വിഷയങ്ങളിലും അത്രയും തന്നെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റീസ്റ്റോർ ചെയ്യുമ്പോൾ അവർ ജസ്റ്റ് വണ്ടി ഓടുക, എസ്തെറ്റിക്കലിയാണ് അവർ കൂടുതൽ വ്യത്യാസങ്ങൾ വരുന്നത്. പക്ഷേ മെക്കാനിക്കലി നമുക്ക് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടൊരു വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കണം, നോർത്തിൽ നിന്ന് എടുത്ത് പ്ലസ് ഒരു 3 lakhന് വണ്ടി അവിടെ നിന്ന് കിട്ടിയാലും ഇവിടെ റീസ്റ്റോർ ഇതെല്ലാം കൂടെ വരുമ്പോൾ തന്നെ 5+ ആകുന്നുണ്ട്. പിന്നെ ആ വണ്ടി നമുക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന കാര്യങ്ങൾ യാതൊരുവിധ മാർജിനും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതിരിക്കുന്നത്. പക്ഷേ ഡെയിലി ഡേ ബൈ ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജിപ്സി ഫാൻസ് എന്ന് പറയുന്നത് പഴയൊരു വികാരം തന്നെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു വണ്ടിയിലോട്ട് എത്തിപ്പെടുന്നുണ്ട്. അവർ ഏറ്റവും കൂടുതൽ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതും ജിപ്സി ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നല്ല വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി ഞാൻ ഒരുപാട് നാളുകൾ കാത്തിരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വണ്ടികൾ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നോർത്തിൽ ഓണേഴ്സ് ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതല്ലാതെ വേറൊരു മാർഗ്ഗവും നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ നമുക്ക് മിലിറ്ററിയിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടായിരുന്നു, ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അത്യാവശ്യം നമുക്ക് പേപ്പറുകളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ രജിസ്റ്റർ ചെയ്ത വണ്ടിക്ക് 15 years കിട്ടിയിട്ടില്ല, 5 years മാത്രമാണ് നമുക്ക് RC വാലിഡിറ്റി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 2009 ഈ ഒരു ജിപ്സി നമ്മുടെ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ അതിന് ഉത്തരവില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വണ്ടിയുടെ ലിസ്റ്റല്ല, വണ്ടി വാങ്ങാനുള്ളവരുടെ ലിസ്റ്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ വണ്ടി വാങ്ങാനുള്ളവരും അതുപോലെ കൊതിച്ച് സ്വപ്നം കണ്ടിരിക്കേണ്ടി വരും. എവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾ കൊതിക്കുന്ന പോലെ തന്നെ ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് റീസൺസ് ഞാൻ പറഞ്ഞു. ആ റീസൺസൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് വണ്ടികൾ കിട്ടാനില്ല. അപ്പോൾ കയ്യിലുള്ളവർ മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം ഇത് ശരിക്കും ഒരു ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഒരു കളക്ടേഴ്സ് കാറായിട്ട് മാറാൻ പോകുന്ന വാഹനം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലക്കി ഓണർ ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ബാക്കിയുള്ള വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച ഉടൻ തന്നെ കാണാം. ബൈ.